ബാബുജാൻ എന്ത് ലോക്കപ്പിലാ. ലോക്കപ്പിലോ? അതിനാ പരിപാടി? നിനക്കറിയാമല്ലോ, സാധാരണ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ പിടിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ചേച്ച് ഫൈനും അടിച്ച് വിടാറാ പതിവ്. ഇതിപ്പോ എന്നാന്നറിയില്ല, ഒരുമാതിരി മുൻവൈരാഗ്യം തീർക്കുന്ന പോലെ. നേരത്തോട്ടായിരുന്നു വക്കീൽ വന്നേ. വാ, തോപ്പിൽ ജോപ്പാ. ഒയ്യോ, ഇതാരാ ഇത്? വക്കീൽ സാറിന് ആളെ മനസ്സിലായില്ലേ? വാകത്താനം കബഡി ടീമിന്റെ ക്യാപ്റ്റൻ ജോർജ് സാറ്. ഭയങ്കര കളിക്കാരനാ. സാറ് വന്നോടനെ കളി തുടങ്ങിയല്ലേ? ഓ, നിർത്തി. ഇത് കബഡിക്കളമല്ല, പോലീസ് സ്റ്റേഷനാ. ഓ, അറിയാവേ. ഞങ്ങൾ ഈ കബഡി കളിക്കുമ്പോൾ എതിരെ നിൽക്കുന്ന ടീമിലെ അംഗങ്ങളുടെ പദവി നോക്കാറില്ല. അവർ ഞങ്ങൾക്ക് വെറും എതിർ ടീമാ. അതാ സ്പോർട്സ്മാൻ സ്പിരിറ്റ്. അത് കളി കഴിയുമ്പോൾ അങ്ങ് തീരണം. ഇത്രയും പോലീസുകാർ നോക്കി നിൽക്കുമ്പോൾ കൂട്ടുകാരനെ കൈപിടിച്ചിറക്കി സ്ലോ മോഷനിൽ കൊണ്ടുപോകാൻ ഞാൻ രജനീകാന്തൊന്നുമല്ല, ഞാൻ വെറും നാടൻ കാന്ത. അതുകൊണ്ട് ആ വക്കീലിനെ കൊണ്ട് വന്നിരിക്കുന്നത്. അതങ്ങോട്ട് കൊടുത്താട്ടെ. എല്ലാം ഉണ്ട്. കൊണ്ടുപോയിക്കോ. ഇനി അയാളെ നീ കൊണ്ടുപോയിക്കോ. കണ്ടവനെ ഉപദ്രവിച്ചായിരുന്നു? ഒന്നുമില്ലടാ, 2 അടിച്ചോ മാറിക്കോളൂ. ജോപ്പാ, ഇതിപ്പോ ഞാൻ നിന്നെ ഒന്ന് അറിയിച്ചതാ ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്ന്. ശരിക്കുള്ള കബഡി നമ്മൾ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. സാറിന് എന്നോട് എന്നായാലും വിരോധം ഉണ്ടായിരുന്നേ അത് എന്നോട് തീർത്താ പോരായിരുന്നോ സാറേ? ഈ അയ്യോ ഭാവത്തിന് ഇങ്ങനെ ഇട്ട് തല്ലിച്ചതക്കണമായിരുന്നു. അച്ഛനിങ് വന്നേ. ഇനി മേലാൽ വെള്ളമടിച്ച് വണ്ടി ഓടിക്കരുത്, പെട്രോൾ അടിച്ചേ ഓടിക്കോളൂ. എന്നൊക്കെ ആയാലും സാർ ഈ പാവത്തിനോട് ചെയ്ത നെറികേടനെ സാറിനോട് ദൈവം ചോദിക്കും എന്നൊന്നും ഞാൻ പറയത്തില്ല. ജോപ്പൻ ചോദിക്കും. വാച്ചേ, ജോപ്പനെ ചോദിക്കൂ. നിനക്ക് കിട്ടിയൊന്നും പോരല്ലേടാ. എന്നാ അച്ചു? ജോപ്പനെ കണ്ടോടോ? ജോപ്പനെ കണ്ടോന്ന്? ഇല്ല അച്ചു. അച്ചോ, തോപ്പൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഞാനും തോപ്പൻ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. വിട്ടോ ഞാൻ കാണിച്ചു തരാം. ഒമ്പതിലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. 9ലാകെ 50-ൽ 9 മാർക്ക് കിട്ടി. 9 മാർക്കിന് 50-ൽ 50 വീക്ക് കിട്ടി. വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? ഹോയ്, വീക്ക് കിട്ടിയ മാർക്ക് കിട്ടിയതാർക്ക് കുട്ടി? തോപ്പറാങ്കുടി തോപ്പിലാങ്കുടി ചോപ്പൻകുട്ടി. ഓടി പിന്നെ ഓടി പിന്നെ ഇടാ, ഓടരുത് അവിടെ നിൽക്കാൻ. തോന്നിയവാസികൾ എന്നതാണ് ഇത്? വാറ്റാച്ചോ, ഇതിൽ കശുമാങ്ങയുണ്ട്, തെങ്ങും പൂക്കലയുണ്ട്, നറുനീണ്ടിയുണ്ട്, ശർക്കരയുണ്ട്, ആപ്പിളുണ്ട്, പൂവമ്പഴമുണ്ട്, പോമഗ്രനേറ്റ് ഉണ്ട്. അധികം പറഞ്ഞിട്ട് ചിലപ്പോ അച്ഛനും മേടിച്ച് ഞാൻ നിർത്തി. എന്നാ അച്ഛൻ ഈ വഴിക്ക്? അയ്യോ, ഈ വഴിക്ക് വന്നുകൊണ്ടാണല്ലോടാ ഇതൊക്കെ കാണാനുള്ള ഒരു മഹാഭാഗ്യം ഉണ്ടായത്. അച്ഛനിങ്ങാട് വരാനുള്ള വഴി അറിയത്തില്ല. ഞാനാ വഴി കാണിച്ചു. ഓ, താനാണല്ലേ അച്ഛനെ വഴി തെറ്റിച്ചത്. എന്താ അച്ഛോ കാര്യം? കുഞ്ഞെ, നിനക്കറിയാവല്ലോ നിന്റെ അമ്മച്ചിക്ക് പ്രായം കൂടി വരിക. ഓ, സംഭവം പിടി കിട്ടി. അമ്മച്ചി ഇത് ഇന്നും നിലയും തുടങ്ങിയ കാര്യമൊന്നും അല്ലല്ലോ. എന്നെ കൊണ്ട് പെണ്ണ് കിട്ടിക്കുന്ന കാര്യമല്ലേ? അച്ഛോ, ഇക്കാര്യത്തിൽ ഞങ്ങൾ അച്ഛന്റെ അമ്മച്ചിയുടെയും കൂടെ. എടാ, ജീവിതത്തിൽ ഒരു പെണ്ണ് വന്നാല് അതൊരു ഐശ്വര്യം, സ്ത്രീ കുടുംബത്തിന്റെ വെളിച്ചം എന്നാ ബൈബിളിൽ പറയുന്നത്. പിന്നെ അച്ഛൻ എന്നാ ഇരുട്ടത്തന്നെ അങ്ങ് അത് പിന്നെ എന്നെ ഒരു വൈദികനാക്കിയേക്കാമെന്ന് എന്റെ അപ്പനും അമ്മയും നേർന്നു പോയത് കൊണ്ടല്ലേ. പക്ഷെ നീ ഇപ്പൊ കാണിക്കുന്നത് ശുദ്ധ മണ്ടത്തരവാ. ഇടാ, പണ്ടെങ്ങാണ്ടോ ഉണ്ടായ ഒരു പ്രേമത്തിന്റെ പേരിൽ നീ ഇപ്പൊ നിന്റെ ജീവിതം സ്വയം നശിപ്പിച്ചോണ്ടിരിക്കുക. അച്ഛനും അമ്മച്ചിയും താണ്ട് ഇവരൊക്കെ പറയുന്ന പോലെ ഞാൻ ഇപ്പോഴും ആനയെ മനസ്സിൽ വെച്ച് നടക്കുന്നുണ്ടല്ലോ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. ആദ്യമൊക്കെ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കുറച്ച് ദണ്ണം ഉണ്ടായിരുന്നു. ആ ദണ്ണം മാറ്റാനാ കുടി തുടങ്ങിയത്. ദണ്ണം മാറിയപ്പോൾ കുടി ബാക്കിയായി, എനിക്ക് പ്രായമായി. ഇനി ഈ പ്രായത്തിൽ ആര് വെണ്ണ തരാൻ അച്ചോ? അതൊന്നും ശരിയാകില്ല. അതിനിപ്പോ തോപ്പൻ എന്നാ പ്രായം? ഇപ്പോഴും 1.5 ലുക്കല്ലേ? സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പോകാതടാവേ. കണ്ണു കിട്ടുമെന്ന്. അതെന്തേലും ആയിക്കോട്ടെ, നിനക്ക് സമ്മതമാണല്ലോ. ഇതേണ്ട ഈ പൗലോസിന്റെ കയ്യിൽ നല്ല 1-ാം തരം ഒരു കൊച്ചുണ്ട്. എനിക്കറിയാവുന്ന കുടുംബമാണ്, കോട്ടയത്താണ്. ഞാൻ മാമൂസ് മുക്കിയ കുട്ടിയാണ്. നീ ഒന്ന് പോയി കണ്ടു നോക്ക്.
എടാ അവിടെ അപ്പൻ ആർമി ക്യാപ്റ്റൻ ആയിരുന്നു. ആഹാ എന്തായാലും നമുക്ക് പറ്റിയ ബന്ധോ. പെണ്ണിന്റെ അപ്പനെ ആർമിയിൽ ക്യാപ്റ്റനാന്ന്. കോട്ട കിട്ടും തോപ്പ. അങ്ങനെ പെട്ടെന്നൊന്നും എനിക്ക് പറയാനൊക്കെയല്ല. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. എനിക്ക് നല്ലോണം ആലോചിക്കണം വെച്ചോ. മതി, നീ നല്ലപോലെ ആലോചിച്ച് തീരുമാനം എടുത്താൽ മതി. നല്ല പെൺകുട്ടിയാണ് തോപ്പ, കോട്ടയത്തുകാരി, കഞ്ഞിക്കുഴി. കഞ്ഞി കുഴി. കോട്ടയം പോകാൻ മുണ്ടക്കയം കയറി പോയാ പോരെ? മുണ്ടക്കയം വഴി പോണ മണ്ടത്തരല്ലേ. നമുക്ക് നേരെ മൂലമറ്റം കയറി അങ്ങ് പോവാം. ഏതിലെ കയറിയാലും ജീപ്പിൽ കയറാതെ പോകാൻ പറ്റും. ആ അത് കറക്റ്റാ. സത്യം ജീപ്പും വന്നു. ഈശോ, റെഡിയല്ലേ? എന്ന് ഇറങ്ങാം. അപ്പൊ തോപ്പം വേണ്ടേ? ആ തോപ്പം വേണോ? വാ വാ വാ. നിങ്ങൾ വന്നോ? കൊറേ നേരമായി അകത്ത് കയറി വാതിലടച്ചിട്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഒന്നും കൊണ്ടുപോയി പെണ്ണ് കാണിക്കേ. വാ. കർത്താവേ, ആരാ ഇത്? കോട്ടയം കുഞ്ഞച്ചനോ? കോട്ടയത്തേക്കല്ലടാ, കിടക്കട്ടെ ഒരു കുഞ്ഞച്ചൻ സ്റ്റൈൽ. അമ്മച്ചിക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെയാ. നിനക്കോടി സുസമേ? എനിക്ക് ഓക്കെ അല്ല. ഇത് ഇച്ചിരി പഴഞ്ചനായി പോയില്ലെന്ന് എന്റെ സംശയം. പെണ്ണ് ജർമ്മനിയിലൊക്കെ ജനിച്ചു വളർന്നല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു സൂസമ്മേ, കോട്ടയം അച്ചായ ദാണ്ട് ഇതാ. അത് ജർമ്മൻകാരിക്കാണെങ്കിലും കോട്ടയത്തുകാരിക്കാണെങ്കിലും അങ്ങനെ തന്നെയാ അല്ലേ തോപ്പാ? പിന്നല്ലാതെ ഇവളിങ്ങനെ പോത്തുപോലെ വളർന്നതേ ഉള്ളൂ, ബുദ്ധിയില്ല. എന്നാ പിന്നെ ജുബ്ബ ചുളുങ്ങിന് മുമ്പ് അങ്ങ് ഇറങ്ങാം. അല്ല ഈ മുണ്ടൊക്കെ ഞാൻ പാലാ വഴിയാണ് കോട്ടയത്തേക്ക്. അല്ല, വാഗോൺ പാല വഴിയല്ലേ? എന്നാ പിന്നെ പോയിച്ചോട്ടെ അമ്മച്ചി. മോനെ, ഇതെങ്കിലും ഒന്ന് ശരിയാക്കണേടാ. നോക്കാം അമ്മച്ചി, പോട്ടടി. ഒരു നല്ല കാര്യത്തിനാ പോണേ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ. ദൈവത്തെ ഓർത്ത് കുടിക്കത്തേ ഇല്ല അമ്മച്ചി. ജുബ്ബ ചുളുക്കല്ലേ. എന്ത് മാതാവ്. ജുബ്ബ ചുളുങ്ങാതെ സൂക്ഷിച്ച്. തോപ്പ അലമ്പുണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയാടാ ചോപ്പ, ഇതും കൂടെ നടന്നില്ലെങ്കിൽ അമ്മച്ചി ഞങ്ങളെ വീട്ടിൽ കയറ്റത്തില്ല. നടന്നാലും കേട്ടത്തില്ല. വെൽക്കം വെൽക്കം. അല്ല, സെക്യൂരിറ്റിക്കാരന്റെ യൂണിഫോം എന്നെ സെക്യൂരിറ്റി അല്ല, പെണ്ണിന്റെ അപ്പനാ. എന്തായാലും തോറ്റു തൊപ്പിയിട്ടാളാ. ഞാൻ ക്യാപ്റ്റൻ കുഞ്ചപ്പൻ കോശി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ജോപ്പനും ക്യാപ്റ്റനാ? ക്യാപ്റ്റൻ? ഞങ്ങളുടെ കബഡി ടീമിന്റെ. വെരി ഗുഡ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ പട്ടാളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്കും സ്പിരിറ്റ് വലിയ ഇഷ്ടാ. ലേശം വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ജോസ് പ്രകാശനോ? പൊന്നു ജോപ്പ പ്ലീസ്. രാജ്യസ്നേഹം അതൊന്നും മാത്രമാണ് എന്നെ പട്ടാളക്കാരനാക്കിയത്. യുദ്ധങ്ങൾ എന്നും എനിക്കൊരു ഹരമായിരുന്നു. ബാറ്റൻ ടാങ്കുകളും മിസൈലുകളും എനിക്ക് കളിക്കോപ്പുകളായി. അപ്പൊ ഒന്നും ഒറിജിനൽ അല്ലല്ലേ? ക്യാപ്റ്റൻ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ക്യാപ്റ്റൻ ആകുമ്പോ ഇഷ്ടം പോലെ കോട്ട കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ഇഷ്ടം പോലെ. അപ്പൊ ഇത് മൊത്തം പുറത്തു കൊടുക്കുവോ അതോ? ഒരു പട്ടിക്കും കുടിക്കില്ല. മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കും. കൊതിയനാട്ടാ. എനി ഒബ്ജക്ഷൻ? ഇത് ചതിയായി പോയി. ജോപ്പ, നമുക്ക് ഈ കല്യാണം വേണ്ട കേട്ടോ. മുഴുവൻ അയാൾ എന്നെ കുടിച്ച് തീർക്കുന്നു. തോപ്പ, അറിയാതെ കയറി ചിയേഴ്സ് പറഞ്ഞു കളഞ്ഞേക്കല്ലേ. വിസ്കി അല്ല, കട്ടൻ ചായ. അതെന്താ ക്യാപ്റ്റൻ സാറേ, ഇത് പാല് കിട്ടിയില്ലേ? ഓ, പാല് കിട്ടാഞ്ഞിട്ടൊന്നും അല്ലടൂ. ജോപ്പൻ 2 എണ്ണം അടിക്കുന്ന കൂട്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. വെറുതെ പിരിയണ്ടാന്ന് കരുതി. ഓ, എന്നാ മനപ്പൊരുത്തുവാ. ഇവളുടെ അമ്മ അങ്ങ് ജർമ്മനിയിൽ നേഴ്സായിരുന്നു. സ്വാഭാവികമായും ഇവളും നേഴ്സായി. ഇടയ്ക്ക് ലീവ് കിട്ടുന്ന ഗ്യാപ്പിൽ ഞാനും അങ്ങ് പോകും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അവൾ പോയപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. അപ്പൊ പെണ്ണിന്റെ മോള് ചൊടിപ്പോയതാണല്ലേ? മരിച്ചു പോയതാ പോത്താ. ഓ, മർഡർ. പിന്നെ മമ്മയില്ലാതെ ജർമ്മനിയിൽ നിൽക്കാൻ ഇവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളെ കൊണ്ടിങ്ങി പോന്നു. ക്യാപ്റ്റൻ സാറേ, ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ? വൈ നോട്ട്? അതാണ് വൈ നോട്ട്. ജോപ്പൻ നല്ലോണം കുടിക്കുമല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ മാത്രം.
പിന്നെ എന്നാന്നറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. എനിക്ക് ജോപ്പനെ ഇഷ്ടായി. ഞാനും ജോപ്പനെ പോലെ തന്നെയാ. രാവിലെ എനിക്കും 2 എണ്ണം അടിക്കണം, അല്ലെങ്കിൽ സിറിഞ്ച് എടുക്കുമ്പോ കൈവിറയ്ക്കും. ജർമ്മനിയിലെ തണുപ്പത്ത് ശീലിച്ചതാ. പിന്നെ ആക്ച്വലി എനിക്ക് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് തീരെ താല്പര്യമില്ല. ലിവ് ഇൻ റിലേഷൻഷിപ്പിനോടാ എനിക്ക് താല്പര്യം. അതാവുമ്പോ ഈ കുട്ടികള്, ഹസ്ബൻഡിന്റെ ഫാമിലി, ഈ വക കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എപ്പ വേണ്ടാന്ന് തോന്നുന്നു അപ്പൊ തന്നെ ബൈ ബൈ പറഞ്ഞ് കളഞ്ഞിട്ട് പോവുകയും ചെയ്യാം. ജോപ്പനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? ഹാ, കുർണോ. ദേ മോനെ, മോന്റെ ഡാഡി. ദേ, ഇന്നു മുതൽ ഇവനാണ് നമ്മുടെ കുട്ടി. ജോപ്പൻ ഇവനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കണം. ഈ പട്ടിയാണോ കുട്ടി? ഹാ, യാ. അച്ഛൻ അവൾക്കൊരു കുട്ടിയുണ്ടെന്ന്. അത് മനുഷ്യക്കുട്ടിയല്ല, പട്ടിക്കുട്ടി. അവളുടെ പട്ടിയെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയായിട്ട് കാണണമെന്ന്. എൻ്റെ പട്ടിയാണ് അവളുടെ പട്ടിയെ എൻ്റെ കുട്ടിയായിട്ട്. എന്നെക്കാളും വലിയ വെള്ളവും ലിവിങ് ടുഗദർ വേറെ. ചേട്ടാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മാമൂസ മുക്കിയ കുട്ടിയല്ലേ അവള്? അച്ഛനോട് മാമോദിസ മുക്കിയത് ആനാമ്പള്ളത്തിലാണോ ബ്രാൻഡിയിലാണോ? ഈ സൈസ് വേറെ ഉണ്ടോ ഇനി? അവിടെ ഇവിടെ ആയിട്ട് 1-2 കൂടെ. ഞാനൊന്നും പറയുന്നില്ല. അച്ഛനറിയാമല്ലോ, എൻ്റെ അപ്പം സാമാന്യം നല്ലൊരു കുടിയനായിരുന്നു. കുടിച്ചേച്ചം വന്നിട്ട് അമ്മച്ചിക്കിട്ട് നല്ല കീറുകയും ചെയ്യും. എന്നാലും അപ്പം വരാൻ വൈകിയ അമ്മച്ചിക്ക് എന്നെ ആദ്യമാണെന്നറിയാവും. അപ്പം വരുന്നവരെ കൊന്തയെത്തിച്ചുകൊണ്ട് അരപ്രൈസ് മേൽ അങ്ങനെ ഇരിക്കും. അപ്പം വന്ന് കഞ്ഞി വിളമ്പി കൊടുത്തേച്ചേ അമ്മച്ചി ഉറങ്ങത്തുള്ളൂ. അത് കണ്ട് വളർന്നവനാ ഞാൻ. കെട്ടിയവനെയും പിള്ളേരെ നോക്കാത്ത ഒരു ന്യൂ ജനറേഷൻ ഐറ്റത്തിനെയും എനിക്ക് വേണ്ട. നമ്മൾ ഇച്ചിരി ഓൾഡ് അച്ചോ. അല്ലെ, ഇതൊക്കെ പെണ്ണ് കെട്ടാതെ അച്ഛനോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? വെറുതെ സമയം കളയാന്നല്ലാതെ. ഞാൻ പോയേക്കുവാ. എടാ, എന്നാ അല്ലടാ, നമുക്ക് വേറെ ഒരു പെണ്ണിനെ ഒന്ന്. വേറെ ഒരു പെണ്ണ് എൻ്റെ പെരുവില്ലേന്നും. അച്ഛൻ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി നിൽക്കുക. വേറെ പെണ്ണ്. അച്ഛൻ എൻ്റെ ആനയെ കണ്ടിട്ടുണ്ടോ? അവളായിരുന്നു അച്ഛോ പെണ്ണ്. ഞാൻ എപ്പോഴും ഓർക്കും, വേറെ തന്നെ മുന്നിൽ മിന്നു കിട്ടാൻ തല കുറിച്ച് നിന്നും കൊടുത്ത് അവൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ. ഞാൻ വല്ലയിടത്തുമൊക്കെ ആയിരുന്നില്ലേ. അല്ലാതെ ജോപ്പനെ മറക്കാൻ അവൾക്ക് ഒക്കത്തില്ല. അവള് മറക്കുകയില്ല. അങ്ങനെ ജോപ്പൻ അവളെ സ്നേഹിച്ചത്. അങ്ങനെ പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയില്ല. പോട്ടെ അച്ഛോ, ദണ്ഡന്മാർ എന്നെ കള്ളു വേറെ കുടിക്കണം. ഹലോ, ഏയ് ഹലോ, ഓയ് ചേട്ടാ, എന്നെ ഒന്ന് താഴത്തോട്ട് കൊണ്ടാക്കുവോ? ചെവി ചേട്ടാ, കൊറേ നേരമായി കാത്തു നിൽക്കുക. എന്നാ മഴയാ! ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒന്ന് എന്നെ ഇവിടെ താഴെ വരെ കൊണ്ടായി തരുമോ പ്ലീസ്? നല്ല മഴ അല്ലേ? എനിക്ക് മഴ വലിയ ഇഷ്ടമാ. ആഗ്രഹമില്ലായിട്ടല്ല, പള്ളിയായി പോയില്ലേ. ചേട്ടൻ എന്നായി ചുറ്റും നോക്കുന്നേ? ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അത് അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറി ഒന്ന് നോക്കിയതാ? ആ, അതൊന്നും അല്ല. ഇതാരെങ്കിലും കണ്ട് ചേട്ടന്റെ ഭാര്യ അടുത്ത് പോയി പറയുന്നു പേടിച്ചിട്ടല്ലേ? അതിന് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, സിംഗിളാ. അയ്യോ, അതെന്നെ പറ്റി? ഒന്നും ഒത്തു കിട്ടിയില്ലേ? അതോ വല്ല പ്രേമനാരേഷം ആണോ? ഈ മഴയത്ത് നീ എന്നെ പെണ്ണ് കിട്ടിക്കാൻ ഇറങ്ങിയതാണോ? നല്ല ഫിറ്റ് ആണല്ലേ? ആ, ഫിറ്റ് ആയപ്പോ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ. അതാ ഫിറ്റ്. പിന്നെ ജിമ്മിലൊക്കെ ഇപ്പൊ മദ്യല്ലേ കൊടുക്കുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായടച്ച് വെക്കണം. നിന്റെ വായടച്ച് വെക്കണമെന്ന് കേട്ടോടി. വായടി. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കൈക്കാരനാണോ? അല്ല, കപ്പ്യാരാ. ഞാനിവിടം വരെ ഉള്ളൂ. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും വഴി തിറക്കി വിടണം, ദുഷ്ടൻ. നിന്നോട് അറിവ് നിന്റെ വണ്ടിയെ കയറാൻ. എന്തായാലും ഇത്ര ആയില്ലേ ചേട്ടാ, ഇനി എന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൂടെ ഒന്നാക്കിയേക്കും. എന്നെ കൊണ്ടേ പോകുള്ളൂ. നേരം കളയാതെ വണ്ടി എടുക്ക ചേട്ടാ. ചേട്ടന്റെ പേരെന്നാ? അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാ? കല്യാണം ആലോചിക്കാൻ വേണ്ടി അല്ല. പിന്നെ ചേട്ടാ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. എന്റെ പേര് മരിയ. ചോദിച്ചില്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്നതാ. ഇന്ന് വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. അതാ പള്ളി വരെ വരാന്ന് വിചാരിച്ചത്.
കാപ്പിയിൽ മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? അയ്യോ ഉണ്ട് സാറേ. ആ ഹലോ, ആരാ? ആ സതീശ ജോപ്പന. ആഹാ, എന്നാ ജോപ്പാ? നമ്മുടെ SI സാറിന് എത്ര എണ്ണം വീശിയായിരുന്നു? അതൊരു 3-4 ലാർജ്. ഓഹോ. മാത്രമല്ല റമ്മി കളിച്ചൊരു 4000 പോവുകയും ചെയ്തു. ബാക്കി കുപ്പിയും പൊതിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്നായിരുന്നു ജോപ്പാ? ഒന്നുമില്ല വെച്ചേ. ഇറങ്ങിക്കോ, ദാ വളവി ഓട്ടോ കിട്ടും. ചേട്ടൻ ആ വഴിക്കല്ലേ പോന്നു, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ ഏതെങ്കിലും വഴിക്ക് പോട്ടെ, ഞാൻ മഴയത്ത് ഞാൻ എങ്ങനെയാ ഇറങ്ങടി. ഇറങ്ങിക്കോളാം. അയ്യോ കർത്താവേ, മഴ. ഈ കൊട വെച്ചോ. പഠിക്കണ സമയത്ത് അസംബ്ലിക്ക് നിന്നുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടുന്നത് ഇവിടെ. സ്കൂളിൽ പഠിക്കണ പിള്ളേർ മുമ്പിൽ, ഇവിടെ നന്നായിട്ട് കുടിക്കണവർ മുമ്പിൽ. എന്നാ ഒന്ന് വണ്ടിയിലോട്ട് കയറി. ഓ പിന്നെ നാളെ 1-ാം തീയതി 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഒരു അത്യാവശ്യം എന്തോന്ന് അത്യാവശ്യം? ഇതിലും വലിയ അത്യാവശ്യം ഉണ്ടാ? അതൊക്കെ വന്നിട്ട് പറയാം, നീങ്ങ വാ. ആഹാ, 1 മിനിറ്റ്, ഇപ്പൊ വരാവേ. മഴ മഴ കുട കുട മഴ വന്ന പൊപ്പിക്കുട. ചേട്ടാ, മുമ്പോട്ട് പോകുമ്പോ ഈ കൊച്ചിനെ കൂടെ മുമ്പോട്ടാക്കിയേക്കണേ. മോനെ, അങ്കിള് പറയുന്ന പോലെ തന്നെ കേൾക്കണോട്ടാ. പോപ്പിക്കുട്ട. എന്നാ കാര്യം? എന്നാ അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? എന്നാ കാര്യം ഒന്ന് പറയുന്നേ. വണ്ടിയിലോട്ട് നീ ഉള്ളടിച്ചിട്ടുണ്ടോ? അവിടെ കിട. ഇല്ല, അതിനു വേണ്ടിയല്ല ക്യൂ നിന്നത്.